Good morning. Okay, Amina, good morning. Lady, good morning. എല്ലാരും വിളിച്ചോണ്ട് വായോ ക്ലാസ്സിലോട്ട്. ആരും കാണുന്നില്ലല്ലോ, 10 പേരുള്ളൂ. ഓക്കെ മൂസിന, ഗുഡ് മോർണിംഗ്. ലിൻസി, ഗുഡ് മോർണിംഗ്. ആവണീനെ കണ്ടില്ലല്ലോ, ആവണി ശരണ്യ അവരെയൊന്നും കണ്ടില്ലല്ലോ, എവിടെ പോയി? പെട്ടെന്ന് തന്നെ കേറാട്ടോ. തുടങ്ങാം അപ്പൊ നമുക്ക്. മിക്കവാറും വ്യാഴാഴ്ച ദിവസങ്ങളിൽ സെക്കൻഡ് അവർ ആയിരിക്കും കേട്ടോ ഞാൻ വരാം. സെക്കൻഡ് അവർ കേട്ടോ. ഫസ്റ്റ് അവർ വേറൊരു ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. നമ്മള് ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്, പല ടൈപ്പ്, വെയിറ്റിംഗ് പീരീഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ വെയിറ്റിംഗ് പീരീഡിൽ വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെ, പല ടൈപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ, ടോപ്പ് അപ്പ് കവർ, ഇതൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ പറഞ്ഞു വെച്ചത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, അവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത്രയും ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയോ നിങ്ങള്? എല്ലാവരും വായിച്ചു നോക്കിയോ? ക്ലിയർ ആണോ അത്രയും ഭാഗങ്ങള്? എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു 10 പേരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ, അപ്പൊ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണേ. അപ്പൊ നമ്മള് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്നാണ് ഇന്നലെ പറഞ്ഞത്. അപ്പൊ 3 കണ്ടീഷൻസ് ആണ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന് പ്രധാനമായിട്ടും 3 സവിശേഷതകളാണ് ഉള്ളത്. ഒന്നാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഒന്നില്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ ഇസ് മാൻഡേറ്ററി ആണ്, അതായത് ഒന്നില്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം ആളുകള് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായിരിക്കണം. അത് മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇന്നലെ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞു, ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിന് വേണ്ടി പ്രയോഗിക്കുകയും ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സിനായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്ന ഒരു ഹെൽത്ത് പ്രോഗ്രാമാണ്. ഓക്കെ, ക്ലിയർ. പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അവിടെ എംപ്ലോയറും തൊഴിലുടമകളും അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. തൊഴിലുടമകള് ആർക്ക് വേണ്ടിയിട്ട്? തന്റെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവർ ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകത. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ദ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം കേട്ടോ. ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. അപ്പൊ പൊതുവെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളായിരിക്കും കേട്ടോ. അപ്പോ ഇങ്ങനെയുള്ള ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളിലെ പ്രത്യേകതകളും അതിന്റെ ബെനിഫിറ്റുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് ആർ ഓഫേർഡ് അറ്റ് എ ലോ കോസ്റ്റ്. അതായത് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ എന്ന് പറയുന്നത് അത് വളരെ കുറഞ്ഞ ചിലവില് നമുക്ക് വാഗ്ദാനം ചെയ്യണം. എന്ന് വെച്ചാൽ കുറഞ്ഞ ചെലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു പ്രീമിയം ഒന്നും അടക്കേണ്ടി വരില്ല, സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിലാണ്. ഇപ്പൊ നമ്മളുടെ കയ്യിൽ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളൊക്കെ പ്രൈവറ്റ് ഫേമിൽ നിന്നൊക്കെ നമുക്ക് എടുക്കാം. പക്ഷെ ഒരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന് പറഞ്ഞത് സാധാരണക്കാരെയും കൂടെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അല്ലെ. അതുകൊണ്ട് ഇത്തരം ഇൻഷുറൻസ് പദ്ധതികൾ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ചെലവിലാണ് നമുക്കത് ഓഫർ ചെയ്യുന്നത്. വളരെ കുറഞ്ഞ ചെലവില് ഗവൺമെന്റ് ഇൻഷുറൻസ് സ്കീമുകൾ നമുക്ക് വാഗ്ദാനം ചെയ്യും. പക്ഷെ വളരെ കുറഞ്ഞ പ്രീമിയം തുകയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ, ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആണ് പറയുന്നത്. പിന്നെ എന്താന്ന് വെച്ചാല് BPL families can also get of insurance benefit with this policy. BPL എന്ന് പറഞ്ഞാൽ എന്താണ്? ബിലോ പോവർട്ടി ലൈൻ ആണ് അല്ലെ, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആളുകൾ അല്ലെ.
അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു പോളിസിയുടെ പ്രയോജനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഓക്കെ, BPL ഫാമിലീസ് എന്ന് പറയുമ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബാംഗങ്ങൾക്കും ഇത്തരം ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഏറ്റവും സാധാരണക്കാർക്ക് വരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒന്നാണ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ദ പോളിസി ഗ്യാരണ്ടീസ് കവറേജ് ഫോർ ദ പുവർ പീപ്പിൾ. അതായത് പാവപ്പെട്ട ആളുകൾക്കുമുള്ള ഒരു കവറേജ് ഈ ഒരു പോളിസി ഉറപ്പുവരുത്തുന്നുണ്ട്. അല്ലെ, പാവപ്പെട്ട ആളുകൾക്ക്, ഇത് സാധാരണക്കാരനും ഈ പറയുന്ന കവറേജ് ഈ ഒരു പോളിസി ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? ദ പോളിസി കൺസിസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഇൻ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഫോർ ദ ബെറ്റർ ഹെൽത്ത് കെയർ. അതായത് ഈ ഒരു പോളിസിയിൽ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിനും നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ചികിത്സ ലഭിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ ചിന്തിക്കരുത്, ഇതൊരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ആയതുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമേ നമുക്ക് പോവാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയില്ല കേട്ടോ. ഒരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ആണെങ്കിൽ അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലും നമുക്ക് പരിചരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പൊ രണ്ട് ഹോസ്പിറ്റലുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? എളുപ്പമുള്ള പോയിന്റുകളല്ലേ? എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ചെലവിന് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. വളരെ കുറഞ്ഞ പ്രീമിയം തുകയ്ക്ക് നമുക്ക് അതിന്റെ ഭാഗമാവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ BPL, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബാംഗങ്ങൾക്കും ഈ ഒരു പോളിസിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പിന്നെ ഏതൊരു പാവപ്പെട്ട വ്യക്തികൾക്കുമുള്ള കവറേജ് ഈ ഒരു പോളിസി ഉറപ്പുവരുത്തുന്നുണ്ട്. പിന്നെ ഈ ഒരു പോളിസി എന്ന് പറയുമ്പോൾ അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലുള്ള ചികിത്സ ഉൾപ്പെടുന്ന തരത്തിലാണ് ഈ പറയുന്ന സ്കീമുകൾ നമുക്ക് തരുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത്രയാണ് ശരിക്കും പറഞ്ഞ നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കുറെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും ഇതിൽ പഠിച്ചത്. ഓക്കെ, ടേംസുകൾ നമ്മൾ പരിചയപ്പെട്ടതും, പിന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, പിന്നെ എന്താ പറയുക, വെയിറ്റിംഗ് പീരീഡ് എന്തൊക്കെയാണ്, അല്ലെ, പല ടൈപ്പ് ഹെൽത്ത് ഇൻഷുറൻസുകൾ ഉണ്ട്. ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്തു പോകുന്ന ചെലവുകൾ എന്തൊക്കെയാണ്, ഇനി അതിൽ കവർ ചെയ്യാത്ത എക്സ്ക്ലൂഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, പിന്നെ ഒരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ബെനിഫിറ്റുകൾ. ഇപ്പൊ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഒരു 3 ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ESI പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. 2 വന്നിട്ട് CGHS എന്ന് പറയും. അതൊരു സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കേട്ടോ, CGHS. പിന്നെ വന്നിട്ട് മൂന്നാമത് പറഞ്ഞുകൊണ്ട് RSBY, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. ഈ 3 സ്കീമുകളെ പറ്റിയിട്ടാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം അഥവാ ESI. അല്ലെ, ESI ഒക്കെ നിങ്ങൾക്ക് വളരെയധികം കേട്ട് പരിചിതമായിട്ടുള്ള ഒന്നാണ് അല്ലെ. ESI ഹോസ്പിറ്റലും ESI ആനുകൂല്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നത്. ESI ആക്ടിനെ പറ്റി നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസിനകത്ത് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ESI ആക്ട് നിലവിൽ വന്ന വർഷം ഏതാന്ന് ഓർമ്മയുണ്ടോ? അവിടെ പഠിച്ചതാണ് കേട്ടോ. ആർക്കെങ്കിലും പറയാമോ? ESI ആക്ട് നിലവിൽ വന്ന വർഷം ഏതാന്നൊന്ന് പറയാമോ? നമ്മൾ പഠിച്ചതാണ്. ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, ESI ആക്ട് എന്നാണ് നിലവിൽ വന്നത്? ആർക്കും അറിയില്ല. ESI ആക്ട് നമ്മൾ ലീഗൽ, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിനകത്ത് പഠിച്ചതാണ്. ESI ആക്ട് നിലവിൽ വന്ന വർഷം ഒന്ന് പറഞ്ഞേ, ഏത് വർഷമാണ്? ആർക്കും അറിയില്ല ESI ആക്ട് എന്നാണ് നിലവിൽ വന്നതെന്ന്. ഓക്കെ, അവസാനം കറക്റ്റ് ആണ്. 1948 1948 കേട്ടോ. അതൊക്കെ മറന്നുപോയോ നിങ്ങള്? അതോ ബുക്ക് മറച്ചു നോക്കി കണ്ടുപിടിച്ചതാണോ? ഓക്കെ, അപ്പൊ എന്താണ്? ESI ആക്ട് നിലവിൽ വന്നത് 1948 കേട്ടോ. അപ്പൊ നോക്കാം,
പിന്നെ നമ്മൾ അവിടെ പഠിച്ച കാര്യങ്ങളാണ് 1948 ESI ആക്ട് നിലവിൽ വന്നു. പ്രധാനമായിട്ടും നമ്മൾ അവിടെ പറഞ്ഞത് വ്യാവസായിക തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അല്ലെ. വ്യാവസായിക തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ട് അവർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള പരിക്കുകള്, അപകടങ്ങള്, പ്രസവാനുകൂല്യങ്ങള് അതൊക്കെ ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു ESI ആക്ട് എന്നൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ESI എന്ന് പറയുമ്പോൾ അവിടെ തൊഴിലാളികളും തൊഴിലുടമകളും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കുറേ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കത് ഇവിടെ നോക്കാം. ഓക്കെ, അപ്പൊ നോക്കട്ടെ, അതിൽ പറയുന്നത് എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ESI ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നോക്കുക, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948 1948 എസ്റ്റാബ്ലിഷ് ചെയ്തത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ആണ്. ഇനി അടുത്തത് എന്താണ്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം അഥവാ ESIS ഗീവ്സ് ബോത്ത് ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്. കണ്ടോ, അതായത് സാമ്പത്തികമായിട്ടും പണമായിട്ടും അതുപോലെ തന്നെ എന്താണ് മെഡിക്കൽ ആനുകൂല്യങ്ങളും തരുന്ന ഒരു എന്താ പറയാ സ്കീമാണ് ESI സ്കീം എന്ന് പറയുന്നത് അല്ലെ. പണമായിട്ടുള്ള ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട്, അതുകൂടാണ്ട് ഈ പറയുന്ന മെഡിക്കൽ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ് ESI എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അഥവാ ESIC എന്ന് പറയുന്ന കോർപ്പറേഷൻ കേട്ടോ. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ കൺട്രോൾസ് ദ സ്കീം and is a corporate semi-government body led by the Union Minister of Labour as a chairman and Director General as the Chief Executive. Important ആണ് കേട്ടോ. അതായത് ESIC എന്ന് പറയുന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് ഈ പറയുന്ന സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി എന്താണ് ESIC എന്ന് പറഞ്ഞാൽ? അത് ഒരു സെമി ഗവൺമെന്റ് ബോഡിയാണ്, ഒരു കോർപ്പറേറ്റ് സെമി ഗവൺമെന്റ് ബോഡിയാണ് ESIC എന്ന് പറയുന്നത്. ഒരു കോർപ്പറേറ്റ് അർദ്ധ സർക്കാർ സ്ഥാപനം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സെമി ഗവൺമെന്റ് ബോഡിയാണ് ESIC എന്ന് പറയുന്നത്. ഈ ESICയുടെ എന്താ പറയാ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ്. അതായത് കേന്ദ്ര തൊഴിൽ മന്ത്രി ഉണ്ടല്ലോ, കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ് ESICയുടെ ചെയർമാൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കാം കേട്ടോ, ഹു ഈസ് ദ ചെയർമാൻ ഓഫ് ESIC എന്ന് പറഞ്ഞാൽ ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ്. അതായത് കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ് ESICയുടെ ചെയർമാൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം എന്റെ ഡയറക്ടർ ജനറൽ ആസ് ദ ചീഫ് എക്സിക്യൂട്ടീവ്, അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ഡയറക്ടർ ജനറൽ ആണ് കേട്ടോ. ആരാണ്? ഡയറക്ടർ ജനറൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആണ് അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമ്മൾ 4 പോയിന്റുകൾ പഠിച്ചു. ഒന്നാമത് ESI എന്നാണ് നിലവിൽ വന്നത് 1948. പിന്നെ ഈ ഒരു സ്കീം എന്തൊക്കെ ആനുകൂല്യങ്ങൾ തരുന്നുണ്ട്? ഈ പറയുന്ന ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ് അല്ലെ, പണമായിട്ടും അതുപോലെ മെഡിക്കൽ ആനുകൂല്യങ്ങളും തരുന്ന ഒരു സ്കീമാണ്, ഒരു പദ്ധതിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് ഈ ഒരു സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, പറഞ്ഞില്ലേ നമ്മള്. പിന്നെ ESIC എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കോർപ്പറേറ്റ് സെമി ഗവൺമെന്റ് ബോഡിയാണ്. ESICയുടെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ്. ESICയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആരാണ്? അത് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? അത്രയും പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടിയോ? ഓക്കെ, അടുത്തത് നെക്സ്റ്റ് പോയിന്റ് നോക്കുക. To make use of the sickness benefit, the employee has to have worked for 78 days before sickness. ആ 78 days before sickness എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. Similarly, to make use of the maternity benefit, the woman has to have worked for 70 days ബിഫോർ അവൈലിംഗ് ദ ബെനിഫിറ്റ്. 70 days എന്നുള്ളതും അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായത് നമുക്കറിയാലോ, ഇത് ESI എന്നൊക്കെ പറയുന്നത് അതൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണ് അല്ലെ. നമുക്ക് മെഡിക്കൽ ആനുകൂല്യങ്ങൾ തരുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം തന്നെയാണ് ESI എന്ന് പറയുന്നത്. അപ്പോ ഈ സിക്നെസ് ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ, ഈ പറയുന്ന ആനുകൂല്യങ്ങൾ, രോഗാനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന എംപ്ലോയീസ് എന്താണ്? അവര് ഈ പറയുന്ന രോഗാവധിക്ക് മുൻപായിട്ട് അല്ലെ, രോഗാവധിക്ക് മുൻപായിട്ട് സിക്നെസ് അവധി എടുക്കുന്നതിന് മുൻപായിട്ട് എത്ര ദിവസം വർക്ക് ചെയ്യണം? 78 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് വർക്ക് ചെയ്തിരിക്കണം. എങ്കിലേ അവർക്ക് സിക്നെസ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, ESI പ്രകാരം സിക്നെസ് ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ അവര് സിക്ക് ലീവ് എടുക്കുന്നതിന് മുൻപായിട്ട്, അഥവാ സിക്ക് ലീവ് എടുക്കുന്നതിന് മുൻപായിട്ട് കുറഞ്ഞത് 78 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് അവര് വർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി
ടു മേക്ക് യൂസ് ഓഫ് മെറ്റേണിറ്റി ബെനിഫിറ്റിന് മെറ്റേണിറ്റി ബെനിഫിറ്റ് പ്രസവാനുകൂല്യം ലഭിക്കണമെങ്കിൽ ഒരു സ്ത്രീ എത്ര ദിവസം വർക്ക് ചെയ്തിരിക്കണം? ദ വുമൺ ഹാസ് ടു ഹാവ് വർക്ക് ഫോർ 78 ഡേയ്സ് ബിഫോർ അവൈലിംഗ് ദ ബെനിഫിറ്റ്. പ്രസവാവധിക്ക് മുൻപായിട്ട് അവിടെ 70 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് അവിടെ വർക്ക് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് പ്രസവാനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കിട്ടിയോ? പറഞ്ഞ മനസ്സിലായോ? സിക്നസ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ സിക്ക് ലീവ് എടുക്കുന്നതിന് മുമ്പായിട്ട് 78 ദിവസമെങ്കിലും കണ്ടിന്യൂസ് വർക്ക് ചെയ്തിരിക്കണം. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആണ് കിട്ടേണ്ടതെങ്കിൽ ആ ഒരു സ്ത്രീ മെറ്റേണിറ്റി ലീവിന് പോകുന്നതിന് മുമ്പായിട്ട് ഒരു 70 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് കൊടുക്കുന്നുള്ളൂ? ESI ആനുകൂല്യം ലഭിക്കുള്ളൂ. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, primarily designed to help factory workers handling the expenses following accidents and occupational hazards. നമ്മൾ അവിടെ പഠിച്ചൊരു കാര്യമാണ്. ESI സ്കീം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ആര് ലക്ഷ്യമിട്ടുകൊണ്ടാണ്? വ്യാവസായിക തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്, അല്ലെ? അവർക്ക് തൊഴിൽ സംബന്ധമായിട്ട് വരുന്ന പരിക്കുകള്, അപകടങ്ങള്, അതുപോലെ തന്നെ അസുഖങ്ങള്, പ്രസവാനുകൂല്യങ്ങള് അവയൊക്കെ ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ള അതിനൊക്കെ ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഉള്ള ഒരു സ്കീമാണ് ESI സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങൾ ഓർക്കുക കേട്ടോ, ആരെയാണ് ലക്ഷ്യമിടുന്നത്? ഫാക്ടറി തൊഴിലാളികളെയാണ് അത് ലക്ഷ്യമിടുന്നത്. ഓക്കെ, ഇനി എന്താണ്? ദ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം ഈസ് അവൈലബിൾ ഫോർ ദ വർക്കേഴ്സ് എംപ്ലോയ്ഡ് ഇൻ ഡിഫറെന്റ് ഫാക്ടറീസ് ഇൻ ഇന്ത്യ. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ വിവിധ വ്യവസായങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ഈ പറയുന്ന ESI ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അത് നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ദ വർക്കേഴ്സ് ഡ്രോയിങ് വേജസ് നോട്ട് ഇൻ എക്സസ് ഓഫ് 21,000 പെർ മന്ത് can take part in this scheme. അപ്പൊ 21,000 പെർ മന്ത് എന്നുള്ളത് നല്ലപോലെ ഹൈലൈറ്റ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അതാണിത്. ESI ആനുകൂല്യം എല്ലാവർക്കും ലഭിക്കൂ? എല്ലാവർക്കും ലഭിക്കില്ല. അതിനൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് പ്രതിമാസ വരുമാനം 21,000 രൂപയോ അതിൽ താഴെയോ ഉള്ളവർക്കാണ് ESI ആനുകൂല്യം ലഭിക്കുന്നത്. എത്ര രൂപയാണ്? 21,000 രൂപ. അതായത് മാസ വരുമാനം 21,000 അതിൽ താഴെയോ വരുമാനമുള്ളവർക്ക് മാത്രമേ എന്ത് ലഭിക്കുള്ളൂ? ESI ആനുകൂല്യം ലഭിക്കുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പണ്ടൊരു ഇടയ്ക്ക് വരെ 15,000 രൂപയായിരുന്നു ലിമിറ്റ് പറഞ്ഞിട്ട്. ഇപ്പൊ പിന്നീട് അത് ഗവൺമെന്റ് കൂട്ടിയിട്ട് 21,000 ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ എമൗണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അതായത് പ്രതിമാസ വരുമാനം 21,000 രൂപയിൽ കവിയാത്തത് എന്ന് പറഞ്ഞാൽ 21,000 രൂപയോ അതിൽ താഴെയോ വരുമാനമുള്ളവർക്ക് മാത്രമേ എന്ത് ആനുകൂല്യം ലഭിക്കുന്നുള്ളൂ? ESI ആനുകൂല്യം ലഭിക്കുന്നുള്ളൂ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് ഷെയർ ദ പ്രീമിയം ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദിസ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. അത് നമുക്കറിയാവുന്നതാണ്. അതായത് തൊഴിലുടമകളും തൊഴിലാളികളും എന്ത് ചെയ്യുന്നുണ്ട്? ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവർ പ്രീമിയം രണ്ടു കൂട്ടരും കൂടെയാണ് പ്രീമിയം ഷെയർ ചെയ്യുന്നത്. അത് എത്ര എമൗണ്ട് ആണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എമൗണ്ട് അല്ല, പെർസെന്റേജ്. അത് പലതവണ ചോദിച്ചതാണ് കേട്ടോ. എംപ്ലോയീസ് ആണ് പറയുന്നത്, തൊഴിലാളികളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. എംപ്ലോയീസ് പേ ഓൺ ആവറേജ് 0.75% of the wage, 0.75% of the wage, and the employees contribute 3.25% of the wage bill. ഓർത്ത് വെക്കുക കേട്ടോ. അതായത് തൊഴിലുടമകള് അവരുടെ വേതന ബില്ലിന്റെ 3.25% എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആര്? തൊഴിലുടമകള്. എംപ്ലോയീസോ തൊഴിലാളികൾ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 0.75% ഓഫ് ദ വേജ് ബിൽ ആണ് കേട്ടോ. അപ്പൊ ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? 4% ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ESIയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ശരിക്കും എത്രയാണ്? 4% ആണ്. ഈ 4%-നകത്ത് 3.25% ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? എംപ്ലോയർ. ബാക്കിയുള്ള 0.75% ആണ് തൊഴിലാളികൾ എന്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ പെർസെന്റേജ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ. ദ എംപ്ലോയി ഹു ഈസ് ഗെറ്റിംഗ് ഡെയിലി വേജ് ഓഫ് ലെസ് ദാൻ ₹176 ഷാൾ ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദ പേയ്മെന്റ് ഓഫ് കോൺട്രിബ്യൂഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 176. അതായത് ഇവര് പറയുന്നത് ഇപ്പൊ പ്രതിദിനമാണ് കേട്ടോ. പ്രതിദിനം അതായത് ദിവസത്തിൽ ഒരു 176 രൂപയിൽ താഴെയൊക്കെ വരുമാനമുള്ള ആളുകളില്ലേ, അങ്ങനെയുള്ള തൊഴിലാളികൾ എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട? ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട.
ഒരു ദിവസത്തിൽ 176 രൂപ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള രൂപയാണ് അല്ലെ ഒരു പ്രതിദിനം ഒരു 176 രൂപയോ അതിൽ താഴെയൊക്കെ കൂലി കിട്ടുന്ന ആളുകൾ എന്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട, ESIലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതില്ല. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾ പ്രൈമറി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞ കാര്യങ്ങള് മനസ്സിലായോ? ESIയുടെ കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, അതിൽ ഒരു പോയിന്റ് പോലും കളയാനില്ല കേട്ടോ. എല്ലാ പോയിന്റുകളും അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് പോലും ഇമ്പോർട്ടന്റ് അല്ലാത്തതില്ല കേട്ടോ. ഓർത്ത് വെക്കുക, ESI 1948 സ്ഥാപിച്ചത്. ESIC ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിന്റെ ചെയർമാൻ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ്. അതിന്റെ ജനറൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ആണ്. ഓക്കെ, പിന്നെ സിക്നെസ് ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ സിക്ക് ലീവിന് മുമ്പായിട്ട് 78 ദിവസം വർക്ക് ചെയ്യണം. മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ മെറ്റേണിറ്റി ലീവിന് മുമ്പായിട്ട് 70 ദിവസമെങ്കിലും കണ്ടിന്യൂസ് വർക്ക് ചെയ്തിരിക്കണം. പിന്നെ ഈ ഒരു സ്കീം പ്രധാനമായിട്ട് ആര് ലക്ഷ്യമിട്ടുള്ളത് കൊണ്ടാണ്? ഫാക്ടറി തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളൊരു സ്കീമാണ്. പിന്നെ ഇങ്ങനെയുള്ളവർക്കാണ് ESI ആനുകൂല്യം ലഭിക്കുന്നത്. പ്രതിമാസം 21,000 രൂപയോ അതിൽ താഴെയോ വരുമാനമുള്ളവർക്കാണ് ESI ആനുകൂല്യം ലഭിക്കുന്നത്. പിന്നെ ESIയിലോട്ട് എംപ്ലോയറും എംപ്ലോയീസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ വ്യത്യാസമുണ്ട്. എംപ്ലോയർ ആണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. എത്ര പെർസെന്റേജാ? 3.25%. എംപ്ലോയി എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 0.75% ആണ്. അതുപോലെ പ്രതിദിനം 176 രൂപയിൽ താഴെ വരുമാനമുള്ളവര് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട, ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതില്ല. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് അടുത്തത് ബെനിഫിറ്റുകൾ പഠിക്കാം കേട്ടോ. കുറെ ബെനിഫിറ്റുകൾ ഉണ്ട്, ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. അപ്പൊ ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ നോക്കാം, ESI ബെനിഫിറ്റ്സുകളാണ് കേട്ടോ. ഒരുപാട് ഇത്രയും പോയിന്റുകൾ ഉണ്ട് പഠിക്കാനായിട്ട്. ജസ്റ്റ് ആദ്യം നമുക്ക് ഹെഡിങ്സ് ഒന്ന് വായിക്കാം. എന്തൊക്കെ ബെനിഫിറ്റുകളാണ്? സിക്നെസ് ബെനിഫിറ്റ് അല്ലെ, നമുക്കറിയാലോ. ഓൾറെഡി ഇതൊരു എന്താ പറയാ, ഹെൽത്ത് ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ എന്ത് കിട്ടുന്നുണ്ട്? സിക്നെസ് ബെനിഫിറ്റ് ഉണ്ട് അല്ലെ. ഓക്കെ, ഇപ്പൊ സിക്നെസ് ബെനിഫിറ്റ്, പിന്നെ എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ്, എൻഹാൻസ്ഡ് സിക്നെസ് ബെനിഫിറ്റ്, മെറ്റേണിറ്റി ബെനിഫിറ്റ്, അതായത് പ്രസവാനുകൂല്യങ്ങള്, ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാല് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഫ്യൂണറൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, മരണാനന്തര ചടങ്ങുകൾക്കുള്ള ബെനിഫിറ്റുകള്, പിന്നെ മെഡിക്കൽ ബെനിഫിറ്റ്. ഇത്രയുമാണ് അതിനകത്ത് വരുന്ന പോയിന്റുകൾ കേട്ടോ. അപ്പൊ ഓരോന്ന് എന്തൊക്കെയാന്ന് നോക്കാം. സിക്നെസ് ബെനിഫിറ്റ് നോക്കാം. ദ എംപ്ലോയി ഈസ് ഗിവൺ at the rate of 70% of the daily average wage for a maximum period of 91 days in 1 year. എന്താണ് പറയുന്നത്? നമുക്കറിയാം സിക്നെസ് ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് നമുക്കറിയാം. എത്ര നാളത്തേക്ക് എത്ര ശതമാനം കിട്ടും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വർഷത്തില് കേട്ടോ, ഒരു വർഷത്തില് മാക്സിമം 91 ദിവസം വരെ. ഒരു വർഷത്തില് മാക്സിമം 91 ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3 മാസം നമുക്ക് കണക്ക് കൂട്ടാം അല്ലെ. ഒരു വർഷത്തില് 3 മാസം. ഓക്കെ, അപ്പൊ ഒരു വർഷത്തില് 91 ദിവസം വരെ എന്താണ് അവർക്ക് സിക്നെസ് ബെനിഫിറ്റ് കിട്ടും. ഇങ്ങനെ കിട്ടും. അവരുടെ പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% അവർക്ക് സിക്നെസ് ബെനിഫിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. എത്ര നാള് വരെ? മാക്സിമം ഒരു വർഷത്തിൽ മാക്സിമം 91 ദിവസം വരെ അവർക്ക് സിക്നെസ് ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. മനസ്സിലായോ പറഞ്ഞ കാര്യം? അതായത് അവര് പറയുന്നത് ഡെയിലി ആവറേജ് വേജ്, പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% അവർക്ക് സിക്നെസ് ബെനിഫിറ്റ് ആയിട്ട് ESIയിൽ കൊടുക്കുന്നത്. അത് എത്ര ദിവസം വരെ? ഒരു വർഷത്തിൽ മാക്സിമം 91 ദിവസം വരെ. ഇപ്പൊ ഇവിടെ പറയുന്നു പ്രതിദിന ശരാശരി വേതനം എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ ശരാശരി എങ്ങനെ കണക്കാക്കുക? ശരാശരി ആവറേജ് എങ്ങനെ കണക്കാക്കുക? മൊത്തം നമുക്ക് ലഭിച്ച തുകയിനെ ആ ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ ഒരാള് 20 ദിവസം വർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. 20 ദിവസം ജോലി ചെയ്തതിന് ഒരു 10,000 രൂപ അയാൾക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. കൂലിപ്പണിക്കാരനാണ്. 20 ദിവസം കൂലിപ്പണി അല്ല, അങ്ങനെ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. 20 ദിവസം വർക്ക് ചെയ്തതിന് അയാൾക്ക് ഒരു 10,000 രൂപ കിട്ടിയെന്ന് കരുതാം. അപ്പം അയാളുടെ പ്രതിദിന ശരാശരി വേതനം പ്രതിദിന ശരാശരി വേതനം എത്രയായിരിക്കും? 10,000 ഡിവൈഡഡ് ബൈ 20 എന്നായിരിക്കും അല്ലെ. അതായത് ആ ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. 20 ദിവസത്തെ ജോലിക്ക് അയാൾക്ക് 10,000 രൂപയാണ് കിട്ടുക. കിട്ടിയ എമൗണ്ടിനെ ആ വർക്ക് ചെയ്ത ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 10,000 ബൈ 20 ഇത് പറയുമ്പോൾ എത്ര വരും? 500 വരും. അപ്പൊ 500 അവരുടെ എന്ത് പ്രതിദിന ശരാശരി വേതനം എന്ന് പറയുന്നത്. ആ പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% എന്ന് പറഞ്ഞാൽ
500ന്റെ 70%. 500 × 70/100 ചെയ്താൽ നമുക്ക് 350 രൂപ കിട്ടും. ആ 350 രൂപയാണ് അത് മാക്സിമം 91 ദിവസം വരെ കിട്ടുന്ന പറയുന്നത്. അപ്പൊ 91 × എത്രയാണ് 350 ഒക്കെ ചെയ്യുന്ന ഒരു തുക നമുക്ക് കിട്ടും. ഓക്കെ, ആ ഒരു തുകയാണ് അവർക്ക് ഒരു വർഷം ഒരു സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ കണക്കൊന്നും അറിയണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അതായത് ഒരു പ്രതിദിന ശരാശരി വേതനത്തിന് 70% സിക്നസ് ബെനിഫിറ്റ് ആയിട്ട്, അതും ഒരു വർഷം മാക്സിമം 91 ദിവസം വരെ സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തതാണ് എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ്. എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നിലവിലുള്ള സിക്നസ് ബെനിഫിറ്റിന്റെ തന്നെ ചെറിയൊരു എക്സ്റ്റൻഷൻ. അപ്പൊ എന്താണ് വ്യത്യാസം നോക്കിയേ. ഇൻ ദ കേസ് ഓഫ് ഡിസീസസ് ലൈക്ക് ട്യൂബർകുലോസിസ്, ലെപ്രസി, ഫ്രാക്ചർ, മാലിഗ്നൻസി എക്സെട്ര, ദ സിക്നസ് ബെനിഫിറ്റ് എക്സ്റ്റെൻഡഡ് ടു 2 years. ബ്രാക്കറ്റിൽ എത്രയാ? 80% ഓഫ് ദ വേജസ്. കണ്ടോ, നേരത്തെ നമ്മൾ പറഞ്ഞ സിക്നസ് ബെനിഫിറ്റിനേക്കാളും ചെറിയൊരു എക്സ്റ്റൻഷൻ ആണ്. അവിടെ ചില കണ്ടീഷൻസ് പറയുന്നത്. എങ്ങനെയുള്ള അസുഖങ്ങൾക്കാണ്? TB, ട്യൂബർകുലോസിസ്, ക്ഷയരോഗം, അതുപോലെ തന്നെ ഫ്രാക്ചർ, ഇപ്പൊ കൈയൊടിയ അല്ലെങ്കിൽ കാലൊടിയ, അങ്ങനെയുള്ള സംഭവങ്ങള്. അതുപോലെ തന്നെ മാലിഗ്നൻസി എന്ന് വെച്ചാൽ ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും പരിക്കുകളോ അസുഖങ്ങളോ ഒക്കെ വരില്ലേ, പരിക്കുകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഈ പറയുന്ന സിക്നസ് ബെനിഫിറ്റ് എത്ര കിട്ടും? 2 വർഷം വരെ കിട്ടുന്നവർക്ക് 2 വർഷത്തേക്ക് അവർക്ക് എന്ത് സിക്ക് ലീവ് എടുക്കാം. അങ്ങനെയുള്ള അസുഖങ്ങൾ തന്നിരിക്കാൻ കേട്ടോ. അപ്പൊ 2 വർഷം അത് എത്ര കിട്ടും അവർക്ക്? അവരുടെ പ്രതിദിന ശരാശരി വേതനത്തിന്റെ 80% അവർക്ക് സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് 93 മാസം വരെയൊക്കെയാണ്, 70% കൊടുക്കുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് 2 വർഷം വരെ സിക്നസ് ബെനിഫിറ്റ് കൊടുക്കും. അത് എത്ര ശതമാനം? 80% കൊടുക്കുന്നത് കേട്ടോ. അതാണ് എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ കുറേയും കൂടെ മെച്ചപ്പെട്ട രീതിയിലുള്ള സിക്നസ് ബെനിഫിറ്റ്. അതെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? മെച്ചപ്പെട്ട രീതി എന്ന് പറയുന്നത് എന്താ കാരണം നോക്കിയേ. up to 7 days for the male beneficiaries and 14 days for the female beneficiaries in the event of sterilization. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? വന്ധ്യംകരണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വന്ധ്യംകരണം? ട്യൂബക്ടമി, വാസക്ടമി. ശരിക്കും പറഞ്ഞാല് അത് പണ്ട് കാലത്താണ് അത് കൂടുതൽ കൊടുക്കുന്നത്. പണ്ടെന്ന് പറയുമ്പോ ഈ പറയുന്ന ഒരു ജനസംഖ്യാ നിയന്ത്രണം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു കുടുംബത്തിൽ തന്നെ എടുക്കണമെങ്കിൽ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. പക്ഷെ ഇന്നൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഒരു ഫാമിലി ഇപ്പൊ മാക്സിമം ഒരു 3 കുട്ടികളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ പണ്ട് അങ്ങനെയല്ലല്ലോ. പണ്ട് ഒരുപാട് ജനസംഖ്യ നിയന്ത്രിക്കണമായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് കൊടുത്തിരുന്നത് കേട്ടോ. അപ്പൊ ഇവര് പറയുന്ന സ്റ്റെറിലൈസേഷൻ പർപ്പസ്, അതായത് ഈ വന്ധ്യീകരണം ഒക്കെ ചെയ്യില്ല. ഇപ്പൊ സ്ത്രീകളിന്റെ ട്യൂബക്ടമി, അതുപോലെ മറ്റേ ഇതില് വാസക്ടമി ചെയ്യില്ല പുരുഷന്മാരില്. അങ്ങനെയുള്ള വന്ധ്യീകരണത്തിനുള്ള അത്തരത്തിലുള്ള പർപ്പസസിനൊക്കെ ആണെങ്കിൽ മെയിൽ ബെനിഫിഷ്യറീസിന് പുരുഷന്മാർക്ക് 7 ദിവസം വരെയും സ്ത്രീകൾക്കാണെങ്കിൽ 14 ദിവസം വരെയും എന്ത് കൊടുക്കുന്നുണ്ട്? ബെനിഫിറ്റുകൾ കൊടുക്കുന്നുണ്ട്. അത് എത്ര ശതമാനം എന്നൊന്നും പറയുന്നില്ല. പക്ഷെ സ്റ്റെറിലൈസേഷൻ പർപ്പസിന് പുരുഷന്മാർക്ക് 7 ദിവസം വരെയും സ്ത്രീകൾക്ക് 14 ദിവസം വരെയും എന്ത് കൊടുക്കുന്നുണ്ട്? ബെനിഫിറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്, കുറേയും കൂടെ മെച്ചപ്പെട്ട രീതിയിലുള്ള സിക്നസ് ബെനിഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? മെറ്റേണിറ്റി ബെനിഫിറ്റ്. നിങ്ങൾക്ക് അറിയാലോ പ്രസവാനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ. അറ്റ് ദ റേറ്റ് ഓഫ് ഫുൾ വേജസ്, കണ്ടോ അവിടെ 70-80% എന്നല്ല, മുഴുവൻ വേജസും ആണ് അവർക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. 100% ആണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, അറ്റ് ദ റേറ്റ് ഓഫ് ഫുൾ വേജസ് ഫോർ എ പീരീഡ് ഓഫ് 180 days. അപ്പൊ 180 days എന്ന് പറയുന്നത് ഏകദേശം എത്ര വരും? 6 മാസം അല്ലെ. 6 മാസമല്ലേ വരിക? ഓക്കെ, 30. ഓക്കെ, 6 മാസമാണ് വരിക. അപ്പൊ 6 മാസം വരെ ഫുൾ വേജസ് ആണ് സ്ത്രീകൾക്ക് കൊടുക്കുന്നത് എസ് എ പാർട്ട് ഓഫ് മെറ്റേണിറ്റി ബെനിഫിറ്റ്. കണ്ടോ, ഇൻ കേസ് ഓഫ് പ്രഗ്നൻസി, ഇപ്പൊ പ്രഗ്നൻസിക്ക് ആണെങ്കിൽ 180 ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം 6 മാസ കാലയളവ് വരെ ഫുൾ വേജസ് അവർക്ക് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. ആൻഡ് 6 weeks ഇൻ ദ ഇവന്റ് ഓഫ് മിസ്കാരേജ് ഓർ MTP. മിസ്കാരേജ് എന്ന് വെച്ചാൽ അബോർഷൻ സംഭവിക്കില്ലേ, അല്ലെങ്കിൽ MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അതിനൊക്കെ ആണെങ്കിൽ 6 ആഴ്ച വരെ എന്ത് കൊടുക്കുന്നുണ്ട്? ഈ പറയുന്ന മെറ്റേണിറ്റി ഈ ഒരു ബെനിഫിറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പ്രഗ്നൻസിക്ക് ആണെങ്കിൽ 6 മാസം വരെയും, ഇനിയിപ്പോ അബോർഷൻ കേസ് അല്ലെങ്കിൽ MTP ഒക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ 6 ആഴ്ച വരെയും എന്ത് കൊടുക്കുന്നുണ്ട്? ആനുകൂല്യങ്ങൾ
പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്ര ശതമാനം? 100% ഫുൾ വേജസിലാണ് അവർക്കത് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തതാണ് ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്, അതായത് വൈകല്യത്തിനുള്ള ബെനിഫിറ്റ് കേട്ടോ. വൈകല്യത്തിനുള്ള ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ഓർക്കുക, സ്ഥിരമായിട്ടുള്ള വൈകല്യമല്ല, ദ ടെമ്പററി ഡിസേബിൾഡ് പേഴ്സൺ കേട്ടോ. എന്തെങ്കിലും ഇപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ ഒരു അസുഖം വന്നു, ഒരു താൽക്കാലികമായിട്ട് നമുക്കൊരു ഡിസേബിൾമെന്റ് വന്നുകൊണ്ടിരിക്കട്ടെ, താൽക്കാലികമാണ്, കുറെ കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. അങ്ങനെ ഒരു താൽക്കാലികമായിട്ട് വരുന്ന ഡിസേബിൾഡ്, ഈ പറയുന്ന ഡിസേബിൾമെന്റിന് 90% ഓഫ് ദ വേജസ് ഇൻ ക്യാഷ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഡിസേബിൾമെന്റ്. ആ ഒരു വൈകല്യത്തിന്റെ കാലയളവില് ആ വൈകല്യത്തിന്റെ വ്യാപ്തിക്ക് അനുസരിച്ചുകൊണ്ട് 90% എന്തായിട്ട് കൊടുക്കുന്നത്? ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് കൊടുക്കുന്നത്. മനസ്സിലായോ? അതും ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ, ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. ആ ഒരു ഡിസേബിൾമെന്റിന്റെ കാലയളവില് ആ ഒരു 90% വേജസ് അവർക്ക് ക്യാഷ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. എങ്ങനെയുള്ള ആളുകൾക്ക്? ടെമ്പററി ഡിസേബിൾഡ് പേഴ്സൺ കേട്ടോ. താൽക്കാലികമായിട്ട് വൈകല്യം സംഭവിച്ച ആൾക്കാർക്ക്, ഫുൾ പെർമനന്റ് ആയിട്ട് അല്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫ്യൂണറൽ ബെനിഫിറ്റ്, അതായത് നമ്മൾ ഈ മരണാനന്തര കാര്യങ്ങൾക്കൊക്കെയുള്ള ബെനിഫിറ്റുകൾ ലഭിക്കുന്നത്. ഇവിടെ നോക്കാം, ദ എൽഡസ്റ്റ് സർവൈവിംഗ് മെമ്പർ ഈസ് ഗിവൺ എൻ എമൗണ്ട് ഓഫ് 15,000. 15,000 എന്നുള്ളത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നോക്കാം, ദ എൽഡസ്റ്റ് സർവൈവിംഗ് മെമ്പർ ഈസ് ഗിവൺ എൻ എമൗണ്ട് ഓഫ് 15,000 ഫോർ ദ ഫ്യൂണറൽ പർപ്പസ്. ഇപ്പൊ ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ഒരു വ്യക്തി, അയാൾ ESI ആനുകൂല്യമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നിരിക്കട്ടെ, ഇദ്ദേഹം മരണപ്പെടുകയാണ്. അപ്പൊ ഇദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾക്കായിട്ട് ഒരു 15,000 രൂപ എന്ത് കൊടുക്കുന്നത്? ഫ്യൂണറൽ ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ആർക്ക് കൊടുക്കും? അവരുടെ കുടുംബത്തിലെ ജീവിച്ചിരിക്കുന്ന മുതിർന്ന വ്യക്തി. അതൊരു പക്ഷേ ഇയാളുടെ ഭാര്യയായിരിക്കാം, ഭാര്യയാവാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവാം, എന്തായാലും മിക്കവാറും ഭാര്യയായിരിക്കും. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കും? ഈ പറയുന്ന ഫ്യൂണറൽ ബെനിഫിറ്റ് കൊടുക്കും. എത്ര രൂപ കൊടുക്കും? 15,000 രൂപ വരെ കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? പറഞ്ഞു മനസ്സിലായോ? അതായത് ESI ആനുകൂല്യമുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹം മരണപ്പെടുകയാണെന്ന് വിചാരിക്കാം. അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യാനായിട്ട് 15,000 രൂപ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അടുത്ത് ജീവിച്ചിരിക്കുന്ന മുതിർന്ന വ്യക്തി, അത് ചിലപ്പോൾ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചേട്ടനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആവാമെന്ന് വിചാരിക്കാം. അപ്പൊ അവർക്ക് ആ ഒരു ആനുകൂല്യം പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ, അതാണ് ഫ്യൂണറൽ ബെനിഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എന്താണ്? മെഡിക്കൽ ബെനിഫിറ്റ്. നമുക്കറിയാലോ, ഓൾറെഡി മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നോക്കാം, മെമ്പർ ഓഫ് ദ വർക്കർ ഗെറ്റ്സ് ദ മെഡിക്കൽ കവർ ദാറ്റ് ഇൻക്ലൂഡ് ദ ഔട്ട്ഡോർ ട്രീറ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് സർവീസസ്, ആംബുലൻസ് സർവീസസ് ആൻഡ് ഇൻഡോർ സർവീസസ്. അതായത് മെഡിക്കൽ കവർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വിപുലമായിട്ടുള്ള ഒരു മെഡിക്കൽ ബെനിഫിറ്റ് ആണ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഔട്ട്ഡോർ ട്രീറ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് സർവീസ്, സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, അതുപോലെ ആംബുലൻസ് സർവീസസ്, ഇൻഡോർ സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപേഷ്യന്റ് സർവീസ്, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന ചെലവുകള്, അങ്ങനെയുള്ളതിനുള്ള ആനുകൂല്യങ്ങളും ഇതിലൂടെ കൊടുക്കുന്നുണ്ട്, ESI കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? എല്ലാ പോയിന്റുകളും കിട്ടിയോ നിങ്ങൾക്ക്? ESIയുടെ ബെനിഫിറ്റുകളൊക്കെ മനസ്സിലായോ? ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ ആവില്ല? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹൗ ടു കാൽക്കുലേറ്റ് ESI വിത്ത് ആൻ എക്സാമ്പിൾ. ESI എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഏത് തുക തന്നാലും ESI കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം കേട്ടോ. അതിന് നമുക്ക് എന്തറിയണം? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻസിന്റെ പെർസെന്റേജ് അറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെക്കണം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കാം, ലെറ്റ്സ് സേ ദ കാൽക്കുലേറ്റഡ് വേജസ് ആസ് പെർ ദ ESI ആക്ട് 1948 is INR 20,000 കേട്ടോ. നമ്മൾ 20,000 രൂപയ്ക്കുള്ള ഒരു ESI കാൽക്കുലേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാലോ 21,000 രൂപ വരെ കിട്ടുള്ളൂ കേട്ടോ. അതിന് മുകളിലേക്കുള്ള എമൗണ്ടിനൊന്നും ഒരിക്കലും എന്ത് കിട്ടില്ല? ESI കിട്ടില്ല. അപ്പൊ ഇവിടെ തന്നേക്കുന്നത് 20,000 രൂപയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 20,000 രൂപയ്ക്കുള്ള ഒരു ESI കാൽക്കുലേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. Then the contributions will be calculated using the ESI calculation formula as below.
എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. പർട്ടിക്കുലേഴ്സ് കാൽക്കുലേഷൻ എന്നുണ്ട്. ആദ്യം നമ്മൾ നോക്കുന്നത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയണം എംപ്ലോയർ എത്ര ശതമാനം, എംപ്ലോയർ ആണോ നോക്കണോട്ടോ, എംപ്ലോയർ ആണോ എംപ്ലോയി ആണോ എന്ന് നോക്കി വേണം ആൻസർ ചെയ്യാൻ കേട്ടോ. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ തൊഴിലുടമകളാണ്. അതിൽ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 3.25% ആണല്ലോ. അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 20,000 into 3.25 divided by 100. അപ്പൊ എത്ര വരും നമുക്ക്? 680. ഓക്കെ. അടുത്തത് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് പഠിച്ചേ? 0.75. അപ്പൊ 20,000ന്റെ 0.75% എന്ന് പറയുന്നത് എന്താ? 20,000 into 0.75 divided by 100 ചെയ്യാം. എത്ര കിട്ടും നമുക്ക്? 180. ഇനി ടോട്ടൽ കോൺട്രിബ്യൂഷൻ അറിയാതെ ആഡ് ചെയ്യുക, എത്ര വരും? 800. കണ്ടോ? അപ്പൊ ഇത്രയാണ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ESI എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഏതൊരു എമൗണ്ട് തന്നെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ. അപ്പൊ എങ്ങനെയാലും നമുക്ക് ചോദിക്കുമ്പോൾ ഇത് അറിയണം, ചെയ്യാൻ അറിയണം എത്ര പെർസെന്റേജ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ചിലപ്പോൾ ചോദിക്കുക ടോട്ടൽ കോൺട്രിബ്യൂഷൻ അല്ല, എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്നാണ് ചോദിക്കുക. ഒരു എമൗണ്ട് തന്നിട്ട് എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ, അപ്പൊ നമ്മൾ എംപ്ലോയറിന്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി, 3.25 വിട്ട് ചെയ്താൽ മതി. ചിലപ്പോൾ ചോദ്യത്തില് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ആണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ചോദ്യം നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. അപ്പൊ നമ്മൾ 0.75 ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം ടോട്ടൽ ESI കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് ചോദിക്കാം. രണ്ടുപേരുടെ സെപ്പറേറ്റ് കണ്ടുപിടിച്ച് നമുക്ക് ടോട്ടൽ ചെയ്തിട്ട് വേണം ആൻസർ ഇടാനായിട്ട് കേട്ടോ. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം അതിന് കേട്ടോ. അടുത്തത് നമുക്കപ്പോ ESI ക്ലിയർ ആയല്ലോ. ESIനെ പറ്റി നിങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇനി ESIനെ പറ്റി നിങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് മറ്റൊരു സ്കീമാണ് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം അഥവാ CGHS ആണ് കേട്ടോ. എന്താണ് CGHS? അപ്പൊ നമ്മൾ ഓരോ സ്കീമുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പരസ്പരം കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും, പോയിന്റുകൾ നിങ്ങൾക്ക് ഓർക്കാനും എളുപ്പമായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ നോക്കി സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം അഥവാ CGHS നോക്കുക. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ഓഫ് CGHS, one of the oldest health insurance schemes introduced by the government of India, is currently in effect. ഇമ്പോർട്ടന്റ് ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുക. അതായത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തതിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് ഇത് CGHS എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ അതിന്റെ ഫുൾ ഫോം പഠിക്കുക. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം CGHS. ഓക്കെ. ഇനി എന്താണ്? ദ സ്കീം വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1954. ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാം. ESI ഏത് വർഷമായിരുന്നു? 1948. CGHS ഏത് വർഷം? 1954. 1954 ഈ ഒരു സ്കീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത നോക്കിയേ, ഇറ്റ് പ്രൊവൈഡ്സ് ദ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ടു ദ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ ഈ ഒരു സ്കീം ആരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്, കേന്ദ്ര സർക്കാർ ജീവനക്കാര് അല്ലെങ്കിൽ അതിൽ നിന്നും പെൻഷൻ ആയവർക്കാണ് അവരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സ്കീമാണ്. അതേസമയം ESI ആര് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതായിരുന്നു? വ്യാവസായിക തൊഴിലാളികളായിരുന്നു അല്ലെ. അത് ഫാക്ടറി വർക്കേഴ്സിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. CGHS കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആരെയാണ്? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനെയും അതുപോലെ തന്നെ പെൻഷനേഴ്സിനെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സ്കീമാണിത്. ഇനി the large volume of beneficiaries connected with the scheme makes it a distinctive one. അപ്പൊ ഈ ഒരു ആനുകൂല്യം ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. This scheme accompanies a range of benefits to provide extensive coverage to the government employees or pensioners and their families. എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഭയങ്കര ഹൈ റേഞ്ച് ഓഫ് ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ് കേട്ടോ CGHS എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങള് ഇങ്ങനെ ചിന്തിക്കാം. അതായത് ESIയുടെ വർഷം 1948, CGHSന്റെ വർഷം 1954. ESI ആരെ ഫോക്കസ് ചെയ്യുന്നത്? ഫാക്ടറി വർക്കേഴ്സിനെ. CGHS ആരെ ഫോക്കസ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. ഓക്കെ. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ നോക്കുക. നമ്മൾ ESI എന്ന് പറയുമ്പോൾ അവിടെ എംപ്ലോയറും എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ CGHSൽ അങ്ങനെ കോൺട്രിബ്യൂഷൻ വേണ്ട, ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. ഗവൺമെന്റ് ജീവനക്കാർക്ക് കൊടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ. അതാണ് ഒരു വ്യത്യാസങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് അതിന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അതായത് ഈ ഒരു CGHSന്റെ ബെനിഫിഷ്യറീസ് എന്താ പറയാ, അതിന്റെ ഗുണഭോക്താക്കള് ആരൊക്കെയാണ് നോക്കി. ഓൾ സെൻട്രൽ ഗവൺമെന്റ് സർവൻസ്, നമുക്കറിയാലോ, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ സെൻട്രൽ ഗവൺമെന്റും ജീവനക്കാര്. അതുപോലെ തന്നെ
പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്, സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് വിരമിച്ച ആളുകളും അവരുടെ ഫാമിലി മെമ്പേഴ്സിന് വരെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഹോണറബിൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, അതായത് നമ്മുടെ പാർലമെന്റ് MP-മാരില്ലേ, അതായത് പാർലമെന്റ് അംഗങ്ങൾ കേട്ടോ, അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഹോണറബിൾ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാർക്ക്. പിന്നെ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഓഫ് ഓട്ടോണോമസ് ബോഡീസ് കവേർഡ് അണ്ടർ ദ CGHS, അതായത് ഈ ഒരു CGHS-ന്റെ അണ്ടറിൽ വരുന്ന സ്വയം ഭരണാധികാര സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഈ JNU പോലെയുള്ളത്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോണോമസ് ബോഡീസ് ആണ്. സ്വയംഭരണ അധികാരമുള്ള CGHS-ന്റെ തന്നെ അണ്ടറിൽ വരുന്ന സ്വയംഭരണ അധികാരമുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് കേട്ടോ. അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, എംപ്ലോയീസ്, അവിടുത്തെ പെൻഷനേഴ്സിനൊക്കെ CGHS-ന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. അതുപോലെ ഫോർമർ ജഡ്ജസ് ഓഫ് ഹോണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഹോണറബിൾ ഹൈക്കോർട്ട് കേട്ടോ. അതുപോലെ നമ്മുടെ സുപ്രീം കോടതി മുൻ ജഡ്ജിമാര്, ഹൈക്കോടതി മുൻ ജഡ്ജിമാര്, അവർക്കൊക്കെ ലഭിക്കുന്നുണ്ട്. ഫ്രീഡം ഫൈറ്റേഴ്സ്, സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക്. പിന്നെ എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ്, അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. റെയിൽവേ ബോർഡ് എംപ്ലോയീസിലെ, റെയിൽവേ ബോർഡ്, റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാര്. അതുപോലെ ജേർണലിസ്റ്റ് ഹു ആർ മെമ്പേഴ്സ് ഓഫ് ദ പ്രസ് അസോസിയേഷൻ, പ്രസ് അസോസിയേഷൻ അംഗങ്ങളായിട്ടുള്ള ജേർണലിസ്റ്റുകൾ കേട്ടോ, ജേർണലിസ്റ്റുകള്. പിന്നെ സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസ്, നമ്മുടെ ഡിഫൻസില്, പ്രതിരോധത്തിലെ സിവിലിയൻ എംപ്ലോയീസ്. സിവിലിയൻ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ആർമഡ് ഫോഴ്സസ് അല്ല ഉദ്ദേശിക്കുന്നത്. ഡിഫൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് പട്ടാളക്കാര്, ആർമഡ് ഫോഴ്സസിനെയാണ് മനസ്സിലോട്ട് വരാം. അവരെ എല്ലാം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സിവിലിയൻ എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ഡിഫൻസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആർമഡ് ഫോഴ്സസ് അല്ലാത്ത ആളുകൾ, ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാര്, ഓക്കെ, നേഴ്സസ്, ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന, അതുപോലെ തന്നെ ഈ പറയുന്ന കുക്കുകളൊക്കെ ഉണ്ടാവില്ലേ, പിന്നെ ഈ പറയുന്ന മറ്റുള്ള കരാറ് പണിക്കാര്, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, ഡിഫൻസിന്റെ തന്നെ ക്ലർക്കുകള്, അങ്ങനെയുള്ള ആളുകളില്ലേ, അവരെയാണ് സിവിലിയൻ എംപ്ലോയീസ്. അവര് ആർമഡ് ഫോഴ്സിന്റെ ഭാഗമല്ല, അല്ലാത്തവർ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് മറ്റു തല വിഭാഗങ്ങളാണ്. ഡോക്ടർമാര്, നഴ്സുമാര്, കുക്കുകള്, ഡ്രൈവർമാര്, ഓക്കെ, അങ്ങനെയുള്ളവര്, ക്ലർക്കുകള്, അത്തരത്തിലുള്ള ആളുകൾ, അവരാണ് സിവിലിയൻ എംപ്ലോയീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസ്, അങ്ങനെയുള്ളവർക്കൊക്കെ എന്താ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്? CGHS-ന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. CGHS-ന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നോക്കാം. അണ്ടർ ദ സ്കീം ദ എലിജിബിൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ക്യാൻ ഗെറ്റ് ദ ഫോളോയിങ് ഹെൽത്ത് ഇൻഷുറൻസ് ബെനിഫിറ്റ്. അത് ഈ CGHS സ്കീമിലൂടെ എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ലഭിക്കുന്നത്? നമ്മൾ നേരത്തെ ESIയുടെ ബെനിഫിറ്റ് പഠിച്ചില്ലേ, അതുപോലെ CGHS-ന്റെ ബെനിഫിറ്റുകൾ, എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഇതിലൂടെ ലഭിക്കുന്നത്? ഒന്നാമത്തെ പോയിന്റിലെ കവർ ഫോർ PPF എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും ഒരു പോയിന്റ് അല്ല കേട്ടോ. PPF എന്ന് പറഞ്ഞാൽ എന്തായാലും PPF-ന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കാം. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, അത് വേറൊരു സ്കീമാണ് ശരിക്കും, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭവമല്ല. അപ്പൊ ഇങ്ങനെ വായിച്ചാൽ മതി. കവർ ഫോർ ദ ട്രീറ്റ്മെന്റ് ആൻഡ് ദ ഇഷ്യൂവൻസ് ഓഫ് മെഡിസിൻസ് കേട്ടോ. അതായത് ഈ ചികിത്സകൾക്ക്, അതുപോലെ തന്നെ മരുന്നുകളും മറ്റും വാങ്ങുന്നതിനൊക്കെയുള്ള കവറേജ് CGHS-ൽ ലഭിക്കുന്നുണ്ട്. പിന്നെന്താണ്? കവർ ഫോർ കൺസൾട്ടേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് അറ്റ് ദ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെയൊക്കെ കൺസൾട്ട് ചെയ്യുന്നതിനുള്ള കവറേജുകൾ, കൺസൾട്ട് ചെയ്യുന്നതിനുള്ള അത്തരത്തിലുള്ള ചെലവുകൾക്കുള്ള കവറേജുകളൊക്കെ CGHS-ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡോർ ട്രീറ്റ്മെന്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആൻഡ് എംപാനൽഡ് ഹോസ്പിറ്റൽസ് കേട്ടോ. ഇൻഡോർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും. അതുപോലെ എംപാനൽഡ് ഹോസ്പിറ്റലുകളിലൊക്കെ ഈ പറയുന്ന അഡ്മിറ്റ് ചെയ്തിട്ട് ഉള്ള ട്രീറ്റ്മെന്റുകൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ചെലവുകൾ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം, എന്തെന്ന് ഈ എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന് തോന്നും. എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഈ CGHS-ന്റെ അണ്ടറിൽ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ചില ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ കേരളത്തില്, നമ്മുടെ കേരള സർക്കാർ ജീവനക്കാർക്ക് മെഡിസെപ്പ് കൊടുക്കുന്നില്ല, കേട്ടില്ല മെഡിസെപ്പ്. അപ്പൊ ഈ മെഡിസെപ്പ് കാർഡില്, ആ മെഡിസെപ്പ് സ്കീമിനകത്ത് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറെ ഹോസ്പിറ്റലുകൾ ഉണ്ട്. അവിടെയാണ് മെഡിസെപ്പ് ആനുകൂല്യം ലഭിക്കാം. അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാത്രമല്ല, ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ നല്ല നല്ല ഹോസ്പിറ്റലുകൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ അതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള, ആ സ്കീമിന്റെ എലിജിബിൾ ആക്കിയിട്ടുള്ള, ആ സ്കീമിന്റെ അണ്ടറിൽ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ചില ഹോസ്പിറ്റലുകളുണ്ട്.
അവിടെയാണ് നമുക്ക് ആ ആനുകൂല്യം ലഭിക്കുക. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എംപാനൽഡ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരെന്താണ് ഇൻഡോർ ട്രീറ്റ്മെന്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആൻഡ് എംപാനൽഡ് ഹോസ്പിറ്റൽ, അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും പിന്നെ അവര് CGHS ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള എംപാനൽഡ് ഹോസ്പിറ്റൽസിലുള്ള അഡ്മിറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിനൊക്കെയുള്ള ചെലവുകളും എന്തിലൂടെ ലഭിക്കുന്നുണ്ട്, ഈ സ്കീം വഴി ലഭിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, കവർ ഫോർ ദ ഫാമിലി വെൽഫെയർ സർവീസസ്, അതായത് ഈ പറയുന്ന കുടുംബക്ഷേമ സേവനങ്ങള്, കുടുംബാരോഗ്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തില് കുടുംബക്ഷേമ സേവനങ്ങൾക്കുള്ള കവറേജും ലഭിക്കുന്നുണ്ട്. പിന്നെ കവർ ഫോർ മെറ്റേണിറ്റി എക്സ്പെൻസസ് കേട്ടോ, പ്രസവ ചികിത്സകൾക്കുള്ള കവറേജ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കവർ ഫോർ ആയുഷ് ട്രീറ്റ്മെന്റ്. ആയുഷ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി കേട്ടോ. എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസിനും ഉള്ള ചെലവുകൾ, അലോപ്പതിക്ക് മാത്രമല്ല, ആയുർവേദ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അതിന് കിട്ടും, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അങ്ങനെ ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻസിനുള്ള ട്രീറ്റ്മെന്റുകള്, ചികിത്സാ ചെലവുകള് എന്തിലൂടെ ലഭിക്കുന്നുണ്ട്, CGHS-ലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, CGHS എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ ബെനിഫിറ്റ് അല്ലെ ശരിക്കും കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക്. അതുകൊണ്ടാണ് ഈ നമ്മുടെ ഇന്നസെന്റ് ഒക്കെ ഉണ്ടായിരുന്നില്ല, ഇന്നസെന്റ് മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്, MP ആയിരുന്നു അല്ലെ. അദ്ദേഹത്തിന് ക്യാൻസർ മറ്റൊക്കെ നോക്കുക, കംപ്ലീറ്റ് ചികിത്സ ആരെ നോക്കുന്ന, ഗവൺമെന്റ് ആണ് നോക്കുന്നത് അല്ലെ. ചിലർക്ക് അവരുടെ കയ്യിൽ നിന്ന് 10 പൈസ എടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇത്രയും ഒരുപാട് ആനുകൂല്യങ്ങള് CGHS വഴിയായിട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആണ് കേട്ടോ CGHS എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ഈസ് എ CGHS കാർഡ് കേട്ടോ. എന്താണ് CGHS കാർഡ്? നിങ്ങൾ ലെഫ്റ്റ് ആവല്ലേ കേട്ടോ, ഞാനേ ഒരു CGHS കാർഡിന്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ, ലെഫ്റ്റ് ചെയ്ത് പോവരുത്, ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ എടുത്ത ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരു മിനിറ്റ്. കാണുന്നുണ്ടോ? പിക്ചർ കാണുന്നുണ്ടോ നിങ്ങള്? കാണുന്നില്ലേ? ഓക്കെ, അവിടെ ഇരിക്കട്ടെ കേട്ടോ. പിക്ചർ ഞാൻ കാണിച്ചു തരാം, വായിക്കാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് വായിക്കാം. അപ്പൊ നോക്കാം, വാട്ട് ഈസ് എ CGHS കാർഡ് കേട്ടോ. എന്താണ് CGHS കാർഡ് എന്ന് പറഞ്ഞാൽ, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് all CGHS beneficiaries and their dependents with a photo ID plastic card called a CGHS കാർഡ്. ഓക്കെ, അപ്പൊ അറിയാലോ, അതായത് ഒരു CGHS കാർഡ് എന്ന് പറയുമ്പോൾ അവരുടെ ഫോട്ടോ ഉള്ള, അവരുടെ ആ ഒരു ഫോട്ടോ ID കാർഡാണ് കേട്ടോ, ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. അതിനെ നമ്മൾ എല്ലാ CGHS ബെനിഫിഷ്യറീസിനും ഈ പറയുന്ന ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് എന്താ പറയാ, ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ ഈ കാർഡ് കൊണ്ടുപോകണം. ഓക്കെ, കാർഡ് കൊണ്ടുപോയാൽ മാത്രമാണ് അവർക്ക് അതിന്റെ ബെനിഫിറ്റുകൾ കിട്ടുള്ളൂ. അപ്പൊ അവർക്കായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള അവരുടെ ഒരു ഫോട്ടോ ID പ്ലാസ്റ്റിക് കാർഡാണ് CGHS കാർഡ് എന്ന് പറയുന്നത്. ആരാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് എ യുണീക്ക് ബെനിഫിഷ്യറി ഐഡന്റിറ്റി നമ്പർ. അപ്പൊ അതിനകത്തൊരു യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റി നമ്പർ ഉണ്ട്, ഓരോരുത്തർക്കും ഒരു ID നമ്പർ ഉണ്ടായിരിക്കും.
which an individual must show to CGHS facilities at any point. അത് അവര് CGHS ഫെസിലിറ്റിയിലേക്ക് പോകുമ്പോൾ അവർ ഈ കാർഡ് കാണിച്ചു കൊടുക്കുക കേട്ടോ. ഇനി this card is white with a varying colored strip at the top that represent the card holder status. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ കാർഡ് ബേസിക്കലി ഒരു വൈറ്റ് കാർഡാണ്, വെള്ള കളർ കാർഡാണ്. ഈ കാർഡിന്റെ മുകളിലായിട്ട് പല നിറത്തിലുള്ള സ്ട്രൈപ്പുകൾ കാണാൻ പറ്റും. ആ സ്ട്രൈപ്പിന്റെ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ കാർഡ് ഹോൾഡറിന്റെ സ്റ്റാറ്റസ് ആണ്. ആ കാർഡ് ഹോൾഡർ എങ്ങനെയുള്ള വ്യക്തിയാണ് എന്നുള്ളത് ആ ഒരു സ്ട്രൈപ്പിന്റെ കളർ നോക്കിയിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ആ കളറുകൾ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. എന്തായാലും മസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ദ സ്ട്രിപ്പ് ക്യാൻ ബി എനി ഓഫ് ദ ഫോളോയിങ്. കണ്ടോ, യെല്ലോ കളർ ആണെങ്കിൽ നിങ്ങൾ ആ പിക്ചർ നോക്കിക്കേ. കണ്ടോ, ഇതാണ് CGHS കാർഡ്. കണ്ടോ, ബേസിക്കലി കാർഡ് കണ്ട ഒരു ഫോട്ടോ ID ആണ് അല്ലെ. അവിടെ എന്തൊരു ഒരു ID നമ്പർ കാണാൻ നിങ്ങൾക്ക്. കണ്ടോ, എല്ലാവർക്കും ഒരു യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റി നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അതിന്റെ സ്ട്രിപ്പ് കണ്ട് മുകളിലെ സ്ട്രിപ്പ് ഇതിന്റെ ബ്ലൂ കളർ ആണ്, ഇതിന്റെ റെഡ് ആണ്, ഇതിന്റെ യെല്ലോ ആണ്, ഇതിന്റെ ഗ്രീൻ ആണ്. ഇതാണ് CGHS കാർഡ്. ശരിക്കും നോക്കി വെച്ചോ കേട്ടോ, അത് മനസ്സിലുണ്ടായാൽ മതി. കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ അല്ലേ? അപ്പോ ഇനി നോക്കാം കേട്ടോ എങ്ങനെയാന്നുള്ളത്. നോക്കാം. ദിസ് സ്ട്രിപ്പ് ക്യാൻ ബി എനി ഓഫ് ദ ഫോളോയിങ് കളേഴ്സ്. ഫസ്റ്റ് യെല്ലോ കളർ. യെല്ലോ കളർ ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അറിയോ? എ ജേർണലിസ്റ്റ് ഓഫ് എൻ ഓട്ടോനോമസ് കമ്പനിയാണ് കേട്ടോ. അപ്പൊ യെല്ലോ കളർ ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ജേർണലിസ്റ്റിനെയാണ് കേട്ടോ. ഒരു ഓട്ടോനോമസ് കമ്പനി, സ്വയംഭരണ അധികാരമുള്ള അത്തരത്തിലുള്ള ഒരു കമ്പനിയിൽ ജേർണലിസ്റ്റിനെയാണ് യെല്ലോ കളർ സ്ട്രൈപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബ്ലൂ കളർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ബ്ലൂ കളർ സ്ട്രൈപ്പ് എ സർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി, നിലവിലുള്ള ഗവൺമെന്റ് എംപ്ലോയി, അതായത് നിലവിൽ ഇപ്പൊ ഗവൺമെന്റ് വർക്ക് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെയാണ് ബ്ലൂ കളർ സ്ട്രൈപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത്. റെഡ് കളർ ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മെമ്പർ ഓഫ് ദ പാർലമെന്റ് ആണ്. റെഡ് നല്ല ഫ്രീക്വൻസി ഉള്ള കളറാണല്ലോ, അപ്പൊ അദ്ദേഹത്തിന് ഉയർന്ന പൊസിഷൻ ആണെന്ന് ഓർക്കുക. മെമ്പർ ഓഫ് ദ പാർലമെന്റ്, MP. ഓക്കെ, MP പാർലമെന്റ് അംഗത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ഗ്രീൻ കളർ. ഗ്രീൻ കളർ എന്ന് പറയുമ്പോൾ ആരെയാണ് റെപ്രസെന്റ് ചെയ്യണേ? എ പെൻഷനർ, കേന്ദ്ര ഗവൺമെന്റിന് വിരമിച്ച വ്യക്തികളാവാം, XMP ആവാം. അതായത് XMP പാർലമെന്റ് അംഗം ഇപ്പൊ അല്ലാത്തത് കേട്ടോ, XMP ആവാം. പിന്നെ റിട്ടയേർഡ് പേഴ്സണൽ, റിട്ടയർ ചെയ്ത വ്യക്തികള്, കുറെ ഫ്രീഡം ഫൈറ്ററുകൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ. ഓർത്ത് വയ്ക്കുക, പച്ച കളർ എന്ന് പറയുമ്പോ ഒരു എന്താ പറയാ, സമാധാനത്തിന്റെ അല്ലെ, സമാധാനത്തിന്റെ വെള്ളയൊന്നും പച്ച കളർ ഒരു എന്താ പറയാ നല്ലൊരു കളറല്ലേ. ഓക്കെ, അപ്പൊ അതെന്തിനെ സൂചിപ്പിക്കുന്ന? പെൻഷനർ, XMP, റിട്ടയേർഡ് പേഴ്സണൽ, ഒരു ഫ്രീഡം ഫൈറ്റർ. ഓർത്ത് വെക്കാട്ടോ. ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് യെല്ലോ കളറ് ആരാണ്? ജേർണലിസ്റ്റ്. റെഡ് കളറ് മെമ്പർ ഓഫ് പാർലമെന്റ്. ബ്ലൂ കളറ് നിലവിൽ സർവീസിൽ ഇരിക്കുന്ന ഗവൺമെന്റ് എംപ്ലോയി. ഗ്രീൻ കളറ് ആരൊക്കെയാണ്? XMP, റിട്ടയേർഡ് പേഴ്സണൽ, ഫ്രീഡം ഫൈറ്റർ, പെൻഷനർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി എന്താ പറയുന്നത്? CGHS, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് CGHS കാർഡ്സ് ഹാവ് എ വാലിഡിറ്റി അണ്ടിൽ എ ബെനിഫിഷ്യറീസ് റിട്ടയർമെന്റ് ഡേറ്റ് കേട്ടോ. അതായത് ഈ ഒരു വ്യക്തി റിട്ടയർമെന്റ് ചെയ്യുന്ന ഡേറ്റ് എന്നാണോ അന്ന് വരെ ഈ CGHS കാർഡിന് വാലിഡിറ്റി ഉള്ളൂ. ആ വ്യക്തി എന്നാണോ റിട്ടയർ ചെയ്യുന്നത് ആ ഡേറ്റ് വരെ ഈ കാർഡിന് എന്തുള്ളൂ? വാലിഡിറ്റി ഉള്ളൂ. അപ്പൊ ഇവര് പറയുന്നത് ടു എക്സ്റ്റെൻഡ് ഇറ്റ്സ് വാലിഡിറ്റി പോസ്റ്റ് റിട്ടയർമെന്റ് വൺ മസ്റ്റ് മേക്ക് ഹിസ് ഓർ ഹെർ കോൺട്രിബ്യൂഷൻ എ ഇയർ ബിഫോർ ദ കംപ്ലീഷൻ. അപ്പൊ നമുക്ക് റിട്ടയർമെന്റിന് ശേഷം അവർക്ക് ഈ ആനുകൂല്യം കിട്ടണം. അപ്പോ എന്ത് വേണം? ആ ഒരു കാർഡിന്റെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവര് ഈ റിട്ടയർമെന്റ് ഡേറ്റിന് കൃത്യം ഒരു വർഷം മുമ്പ് തന്നെ എന്ത് ചെയ്യണം? അതിന്റെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് അവര് ചെയ്തിരിക്കണം. പറഞ്ഞ മനസ്സിലായോ? അതായത് റിട്ടയർമെന്റ് ഡേറ്റ് വരെയാണ് ആ വാലിഡിറ്റി ഉള്ളത്, ആ കാർഡിന്റെ വാലിഡിറ്റി ഉള്ളത്. അപ്പൊ റിട്ടയർമെന്റിന് ശേഷം അവർക്ക് ആ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണം. അപ്പൊ എന്ത് വേണം? റിട്ടയർമെന്റ് ഡേറ്റ് കണക്കാക്കിയിട്ട് ഒരു വർഷം മുമ്പേ തന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയറുകളും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവണം. അല്ലാണ്ട് റിട്ടയർമെന്റ് അടുക്കുന്നതിന് ഒരു 2-3 മാസത്ത് പോയിട്ട് കാര്യമില്ല. എന്നാണോ റിട്ടയർമെന്റ് ഡേറ്റ് അതിന് കൃത്യം ഒരു വർഷം മുമ്പ് തന്നെ ആ ഒരു കാർഡിന്റെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയറുകൾ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? അതോടുകൂടി CGHSഉം അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഓർത്ത് വെക്കുക, 1954 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസും പെൻഷനേഴ്സും ആണ് അതിന്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്.
ഓക്കെ, പിന്നെ കാർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാർഡിന്റെ കളർ കേട്ടോ, കളർ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എങ്ങനെയുള്ളവർക്കാണ് CGHSന്റെ ബെനിഫിറ്റ് കിട്ടണേ ഇത്രയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ESI പഠിച്ചു, CGHS പഠിച്ചു കേട്ടോ. ഓക്കെ, ക്ലിയർ. അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.